ഇപ്പം നമ്മൾ ഈ തുള്ളി കളിച്ച് പോകുന്നത് ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റിയാദിലെ സഹാറ മാളിലാണ് നമ്മൾ നമ്മുടെ ഷോ ബുക്ക് ചെയ്തത് കേട്ടോ. ശരിക്കും ടിക്കറ്റ് കിട്ടാൻ നല്ല പാടായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് നമുക്ക് 2 സീറ്റ്, അതായത് ഒരു കോർണറിലായിട്ട് നമുക്ക് 2 സീറ്റ് കിട്ടിയതാണ് നമ്മൾ രക്ഷപ്പെട്ട് കേസ്. നമ്മളെ എവിടോട്ട് എത്തിച്ചത് ജെയിംസ് ചേട്ടനാണ് കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈം നോക്കുന്നത്. നമ്മൾ കുറച്ച് ട്രാഫിക്കൊക്കെ പ്രതീക്ഷിച്ച് കുറച്ച് നേരത്തെയാണ് ഈ പ്രാവശ്യം ഇറങ്ങിയത്. സാധാരണ എല്ലാ പ്രാവശ്യവും ഡിലേ ആയിട്ടാണ് വരാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ടൈം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആദ്യം ജെയിംസ് ചേട്ടൻ നമ്മുടെ കൂടെ വന്നില്ല. അപ്പോൾ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് നമുക്ക് പോപ്കോണും അതുപോലെ പെപ്സിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ജെയിംസ് ചേട്ടൻ കയറി വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ നമ്മൾ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജെയിംസ് ചേട്ടൻ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ എടുത്ത് തന്നത് കേട്ടോ. അടിപൊളി ഫോട്ടോസായിരുന്നു കേസ്. നല്ല രസമായിരുന്നു. നല്ല രസമായിട്ട് ഫോട്ടോ എടുക്കാൻ ജെയിംസ് ചേട്ടൻ അറിയാം. അതുപോലെ ക്യാമറ അടിപൊളിയായിരുന്നു കേസ്. അപ്പം നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോസ് നോക്കുന്നതാണിത്. അങ്ങനെ നമ്മുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ കറക്റ്റ് ടൈമിൽ നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ക്രീൻ 3 ആയിരുന്നു കേസ്. അപ്പം നമ്മളിങ്ങനെ എൻട്രൻസ് കയറി ചെല്ലുമ്പം ഈ ഒരു ഫോട്ടോ, എൻ്റെ മോനെ, നമ്മൾ സൗദിയിലൊക്കെ വന്നിട്ട് ഈ ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നവരുന്നു. ഇപ്പം ഈ ദൃശ്യം 3 ഇത് അടിപൊളി ഫ്രെയിമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൂവിക്ക് കയറി ഗൈസ്. ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹൗസ്ഫുൾ ആയിരുന്നു ഷോയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ മൂവി കഴിഞ്ഞു ഗൈസ്. കാരണം ക്യൂരിയോസിറ്റി കാരണം നമ്മളങ്ങനെ ടൈം പോകുമെന്ന് അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർമിഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മൂവി തുടങ്ങിയതും തീർന്നതും അറിഞ്ഞില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങോറ് മാറിയിട്ടില്ലായിരുന്നു ഗൈസ്. കാരണം ഓരോന്നിങ്ങനെ ചിന്തിച്ച് കഥയെ പറ്റി ചിന്തിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോഴേക്കും ജെയിംസ് ചേട്ടനും അതുനി ചേച്ചിയും വന്നിട്ടോ. അതുനി ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതിലും വഴി വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാം എന്ന് തീരുമാനിച്ച് നമ്മൾ ഇവിടുത്തെ ചെറീസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് സെർച്ചിന് ശേഷം, അതായത് അടുത്തുള്ള റെസ്റ്റോറൻറ്റ് കുറേ തപ്പിയതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് നല്ലൊരു ഫുഡ് കഴിക്കാം എന്നൊരു തീരുമാനത്തിൽ നമ്മൾ ചെറീസിന് മുന്നിലെത്തി. ചെറീസ് എന്തായാലും ഫുഡ് അടിപൊളിയായിരിക്കും ഗൈസ്. അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറച്ചിപ്പുട്ടും അതുപോലെ പാൽ പൊറോട്ട, പിന്നെന്താണ് നിധിക്കോഴി, പിന്നെന്താണ് കൊത്തു പൊറോട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചിട്ട് അവിടെ ബില്ലിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ നമ്മൾ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പാഴ്സൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളായിരുന്നതാണിത്. അതിന് ചേച്ചി ഓൾറെഡി മടുത്തായിരുന്നു ഗൈസ്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ദൃശ്യം മൂവി പോയി വാച്ച് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.